ഹിന്ദു ദേവീ ദേവന്മാരെ ലൈംഗികമായി അധിക്ഷേപിച്ച് സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കം. ശിവനെയും പാർവതിയെയും അവഹേളിച്ചുകൊണ്ടാണ് ഉമർ ഫൈസി മുക്കത്തിൻ്റെ വിവാദ പരാമർശം. മലപ്പുറം അരീക്കോട് നടന്ന ആദർശ സമ്മേളനത്തിലാണ് മോശം പരാമർശം നടത്തിയത്. ആ പ്രതികരണം കേൾക്കാം. ആരാധനാലയങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള പ്രശ്നങ്ങൾ ആരാധനാലയങ്ങൾ ഓരോന്നും ഇങ്ങനെ ഉത്തരേന്ത്യയിലൊക്കെ ഓരോ പള്ളിയും പിന്നെ അത് പണ്ട് അവിടെ ശിവന് പാർവതിൻ്റെ പറഞ്ഞിട്ടിങ്ങനെ ഓരോന്നും ഇങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അതിനനുസരിച്ച് കോടതി പറയും ചെയ്യാണ് സർവേ നടത്തണം. അതാണ് സ്ഥിതി. വിവരങ്ങളുമായി ദിസ്ന ഒപ്പം ചേരുന്നു. ദിസ്ന, ഈ സമ്മേളനത്തിൻ്റെ പേരാണ് ഏറ്റവും രസം, ആദർശ സമ്മേളനം. അതിന് ചേർന്ന ഉദ്ഘാടകനും പ്രസംഗവും അല്ലേ? തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ ആദർശ സമ്മേളന വേദിയിൽ മലപ്പുറം അരീക്കോട് നടന്ന ആദർശ സമ്മേളന വേദിയിലാണ് ഇത്തരത്തിലൊരു പ്രസംഗം ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. ഇത് എടുത്തു പറയേണ്ടത് ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെ ഒരു ചരിത്രമൊക്കെ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഹൈന്ദവ സമൂഹത്തിൽ അല്ലെങ്കിൽ ഹൈന്ദവ ആരാധിക്കുന്ന ദൈവങ്ങൾക്കിടയിലേക്ക് പരസ്യമായി ഇത്തരത്തിലുള്ള പൊതുസമൂഹത്തിൽ ഇറങ്ങി ഇത്തരത്തിലൊരു പ്രസംഗം നടത്തുന്നു. അതും ശിവനും പാർവതിയും ഹിന്ദു വിശ്വാസപ്രകാരം ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ദൈവങ്ങൾ, അതിൽ അവർ ലൈംഗികമായുള്ള ഒരു പരാമർശം നടത്തുന്നു എന്ന് പറയുന്നത് വളരെ പ്രതിഷേധാർഹമായ ഒരു കാര്യം തന്നെയാണ്. അതിനെതിരെ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് പ്രത്യേകിച്ച് ഹിന്ദു സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വരുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞിടയ്ക്ക് ഈ സാദിഖലി തങ്ങൾ അടക്കമുള്ള ആളുകള് ഈ അയോധ്യ വഖഫ് ഭൂമിയാണെന്നും സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ വിട്ടുകൊടുത്തതാണെന്നും തരത്തിലുള്ള ഒരു പരാമർശമൊക്കെ നടത്തിയിരുന്നു. അത്തരത്തിൽ ഒരു സമൂഹത്തെ മാത്രം, ഒരു മതത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന അല്ലെങ്കിൽ വർഗീയപരമായി അവിടെ ഒരു മതവിദ്വേഷം ഉയർത്തുവാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രസംഗം തന്നെയാണ് ഈ ഉമർ ഫൈസി മുക്കം നടത്തിയിട്ടുള്ളത്. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങളുണ്ടായി. സ്വന്തം മതത്തിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള പോസിറ്റീവായ ആശയങ്ങൾ പ്രചരിപ്പിക്കേണ്ട ഒരു സമ്മേളന വേദിയിൽ പ്രചരിപ്പിച്ചിട്ടുള്ളത് വളരെ വിദ്വേഷം നിറയ്ക്കുന്ന തരത്തിലുള്ള പ്രസംഗമായിരുന്നു. വലിയ രീതിയിൽ ഈ പ്രശ്നങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നു. എന്തായാലും ഈ പ്രസംഗത്തിനെതിരെ വലിയ രീതിയിലുള്ള വ്യാപക പ്രതിഷേധമാണ് ഇപ്പോൾ സമൂഹത്തിൽ ഉയർന്നു വരുന്നത്. ഈ തട്ടമില്ലാത്തവർ അയ്യാക്കാരികളാണെന്ന പരാമർശം പ്രതിഷേധങ്ങൾ ക്ഷണിച്ചു വരുത്തിയിരുന്നു. അത്തരത്തിൽ അതോടനുബന്ധിച്ച് ഹൈന്ദവ ദൈവങ്ങളെയും ഹൈന്ദവ വിശ്വാസങ്ങളെയും വലിയ രീതിയിൽ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശം നടത്തിയിരിക്കുന്നു. അതിൽ പ്രധാനമായും ശിവനെയും പാർവതിയെയും അവഹേളിച്ചുകൊണ്ട് പ്രധാനമായും നമുക്ക് ആ വീഡിയോയിൽ തന്നെ കേൾക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ആ വീഡിയോയുടെ പൂർണ്ണ രൂപം സമൂഹത്തിന് മുന്നിൽ പറയാൻ പറ്റില്ല. അത്തരത്തിൽ വലിയ രീതിയിൽ ലൈംഗിക സ്തുതിയോടുകൂടിയുള്ള ഒരു പ്രസംഗം തന്നെയാണ് ഉമർ ഫൈസി മുക്കം നടത്തിയിട്ടുള്ളത്. കൃഷ്ണരാജ്. ഹിന്ദു ദേവീ ദേവന്മാരെ ലൈംഗികമായി അധിക്ഷേപിച്ച് സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കം. ശിവനെയും പാർവതിയെയും അവഹേളിച്ചുകൊണ്ടായിരുന്നു ഉമർ ഫൈസി മുക്കത്തിൻ്റെ വിവാദ പ്രസംഗം. മതനിരപേക്ഷതയുടെ മഹാനേതാക്കളെന്നൊക്കെ സ്വയം അറിയപ്പെടുന്ന ഇവരൊക്കെയാണ് മറ്റു മതങ്ങൾക്കു നേരെ വിരൽ ചൂണ്ടി മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത് എന്നോർക്കണം. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്.